ഒളിമ്പിക്സിന്റെ 130 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ആർക്കും സ്വന്തമാക്കാൻ പറ്റാത്തൊരു പ്രത്യേക മെഡൽ സ്വന്തമാക്കിയ 2 ജാപ്പനീസ് അത്ലറ്റ്സ് ഉണ്ട്. ഇവരുടെ കയ്യിലുള്ള മെഡലിന്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് മെഡൽ. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ പോൾ വാൾട്ട് ഇനത്തിൽ മത്സരിച്ച ജാപ്പനീസ് താരങ്ങളായിട്ടുള്ള ഷുവേ നിഷീദയും സുവേ ഒയയും ഇവർ രണ്ടുപേരുമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് മെഡലിന്റെ ഉടമസ്ഥർ. അന്ന് പോൾ വാൾട്ടിൽ അമേരിക്കയുടെ എയർലെ എൽമർ ഗോൾഡ് അടിച്ചപ്പോൾ 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച ഈ 2 ജാപ്പനീസ് താരങ്ങളും ഏകദേശം ഒരേ ഉയരം ചാടി 2ാം സ്ഥാനത്തിന് അർഹരായി. അപ്പോൾ ഒരേ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇവർ രണ്ടുപേരും ഒരു തീരുമാനമെടുത്തു, എന്നാൽ പിന്നെ ഇനി നമ്മൾ 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നില്ല, പകരം സിൽവറും ബ്രോൺസും നമുക്ക് പങ്കിട്ടെടുക്കാം. അങ്ങനെ ഏറ്റവും കുറഞ്ഞ അറ്റംപ്റ്റിൽ ഈ ഉയരം ചാടിയ ഷുവേ നിഷീദയ്ക്ക് സിൽവറും ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റിൽ ഈ ഉയരം ചാടിയ സുവേ ഒയയ്ക്ക് ബ്രോൺസും നൽകി മത്സരം അവസാനിപ്പിക്കുന്നു. പക്ഷേ രസകരമായ ഒരു സംഭവം നടന്നു പിന്നീടാണ്. തിരിച്ച് ജപ്പാനിലേക്ക് പോകുന്ന വഴിക്ക് ഈ 2 ജാപ്പനീസ് അത്ലറ്റ്സും തങ്ങൾക്ക് കിട്ടിയ സിൽവർ മെഡലും ബ്രോൺസ് മെഡലും 2ആയി കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ബ്രോൺസും ഒരു ഭാഗം സിൽവറുമാക്കി വിളക്കി ചേർത്തു. പറയുമ്പോൾ ഒരു മെഡലേ 2 പേർക്ക് കിട്ടിയിട്ടുള്ളൂ, പക്ഷേ കയ്യിൽ ഒളിമ്പിക്സിന്റെ സിൽവറും ബ്രോൺസും കയ്യിലുണ്ട്. ഇതല്ലേ ഫ്രണ്ട്ഷിപ്പ്? നൻബേൻഡ.